നമസ്കാരം. പ്രധാന വാർത്തകൾ. ആധുനികവൽക്കരണം ഉയർത്തിക്കാട്ടി തൊഴിലാളി സമൂഹം ആവശ്യമില്ലെന്ന ചിന്താഗതി വ്യാപിക്കാനാണ് കോർപ്പറേറ്റുകൾ ശ്രമിക്കുന്നതെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ. ചിക്കാഗോ സമരമാതൃക തൊഴിലാളി സമൂഹത്തിന് ഇന്നും ആവേശമാണെന്നും ജയപാലൻ. AITUC പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടെങ്ങും മെയ് ദിന റാലികളും പൊതുയോഗങ്ങളും. മുതലാളിത്ത വർഗങ്ങൾ ഇന്ന് പുതിയ ഭാവത്തിലും രൂപത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് CITU ജില്ലാ സെക്രട്ടറി M ഹംസ. CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും കുളപ്പുള്ളിയിൽ. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നതെന്ന് AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR മോഹൻദാസ്. കുളപ്പുള്ളിയിൽ AITUC ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ മെയ് ദിന റാലിയും പൊതുയോഗവും. വാണിജ്യ LPG സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിന്റെ ഇരുട്ടടി. ഇത്രയധികം വില വർദ്ധിപ്പിച്ചത് ഹോട്ടലുടമകൾക്ക് മേൽ ഇടുത്തി. വിൽപ്പന നടത്തുന്ന സാധനങ്ങൾക്ക് വില കൂട്ടേണ്ടി വരുമെന്നും സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുമെന്നും ഹോട്ടൽ നടത്തിപ്പുകാർ. തൃശൂർ കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് സീൽ ചെയ്ത വെടിക്കോപ്പുകളാണ് യാതൊരു മുൻകരുതലുമില്ലാതെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്ന് ശേഖരം എത്രയും വേഗം ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. സംഭവം വെള്ളിയാഴ്ച ഉച്ചയോടെ. ഇടഞ്ഞത് വാഴ്വാടി കാശിനാഥൻ എന്ന ആന. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. സംഭവം ഒറ്റപ്പാലം തൃശൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ. വയോധികനെ ബസ് ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളത്ത് പുതുശ്ശേരിയിൽ വീട് കത്തി നശിച്ചു. പുതുശ്ശേരി സ്വദേശി ആനന്ദിന്റെ വീടാണ് കത്തി നശിച്ചത്. കുന്നംകുളം അഗ്നിശമന സേന തീയണച്ചു. വീടിന്റെ മതിൽ പൊളിക്കുന്നതിനിടെ 5 അടിയോളം നീളമുള്ള ഉഗ്രവിഷമുള്ള വെമ്പാല തൊഴിലാളികൾക്ക് നേരെ ചീറ്റി വന്നു. തൊഴിലാളികൾ തെന്നിമാറി. സംഭവം ചെറുതുരുത്തി നെടുമ്പുരയിൽ. ഭാരതപ്പുഴയിൽ ഷൊർണൂർ ചെറുതുരുത്തി തടയണയിൽ ജലക്ഷാമം രൂക്ഷമായി. പമ്പിങ്ങിന് നിയന്ത്രണം. വെള്ളം കുറഞ്ഞതോടെ ഒരു മോട്ടോർ മാത്രമേ പമ്പിങ്ങിനായി ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ. വെള്ളം ഇനിയും കുറയുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിൽ പമ്പിങ്ങിന് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നും അധികൃതർ. റവന്യൂ റിക്കവറി നടപടിയുടെ പേരിൽ വിച്ഛേദിക്കപ്പെട്ട ശുദ്ധജല കണക്ഷനു വേണ്ടി ഒറ്റപ്പാലം പനമണ്ണയിലെ ഉപഭോക്താക്കൾ കാത്തിരിപ്പിൽ. കണക്ഷനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 4 മാസം പിന്നിട്ടു. ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് 11,000 രൂപ തട്ടിയെടുത്തു. ഭിന്നശേഷിക്കാരനായ വരവൂർ സ്വദേശി വിനോദാണ് കബളിപ്പിക്കപ്പെട്ടത്. പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റേഷനിലേക്ക് റെയ്ത്ത് വാങ്ങാൻ എന്ന വ്യാജേന എത്തിയ ആൾ പൂക്കട ജീവനക്കാരനിൽ നിന്നും പണം തട്ടിയെടുത്തു. സംഭവം കുന്നംകുളത്ത്. തട്ടിപ്പിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് മോഷണ കേസിൽ കർണാടക പോലീസ് തേടി വന്നതിനെ തുടർന്ന് യുവാവിന്റെ കെട്ടിടത്തിന് മുകളിൽ കയറിയുള്ള ഭീഷണി പോലീസിനെ വലച്ചത് ഏറെ നേരം. വാർത്തകൾ വിശദമായി. ആധുനികവൽക്കരണം ഉയർത്തിക്കാട്ടി തൊഴിലാളി സമൂഹം ആവശ്യമില്ലെന്ന ചിന്താഗതി വ്യാപിക്കാനാണ് കോർപ്പറേറ്റുകൾ ശ്രമിക്കുന്നതെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ പറഞ്ഞു. ചിക്കാഗോ സമരമാതൃക തൊഴിലാളി സമൂഹത്തിന് ഇന്നും ആവേശമാണെന്നും KC ജയപാലൻ കൂട്ടിച്ചേർത്തു. AITUC പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോകത്ത് തൊഴിലാളി വർഗം മെയ് ദിനം ആചരിക്കുകയാണ്. മെയ് ദിനത്തിന്റെ ചരിത്രങ്ങൾ നമുക്കെല്ലാം അറിയാം. 140 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ഹേമാർക്കറ്റിൽ തൊഴിലാളികൾക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയുടെയും അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാതെ തന്നെ അവരുടെ അവകാശങ്ങളുമായി സമരം നടത്തുകയാണ്. ആ സമരം വളരെ തൊഴിലാളി ഏകദേശം 3.5 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ 1886 നടന്ന ആ സമര പ്രകടനത്തിൽ പങ്കെടുക്കേണ്ടായി. വളരെ സമാധാനപരമായിരുന്നു
ആ തൊഴിലാളി പ്രകടനം. പക്ഷേ അതിന്റെ തൊട്ടടുത്ത ദിവസം യാതൊരുവിധ പ്രകോപനമില്ലാതെയാണ് അന്ന് ഭരണകൂടം ആ തൊഴിലാളി സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. തൊഴിലാളികളുടെ അവകാശവും സുരക്ഷയും കുറഞ്ഞു വരുന്ന കാലമാണ്. തൊഴിലാളികളുടെ സംഘടനാശക്തിയും അവകാശ പോരാട്ടങ്ങളെയും നിയമത്തിലൂടെ തന്നെ ഇല്ലാതാക്കാനുള്ള കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് കുടപിടിക്കുന്ന രീതിയാണ് ഭരണകൂടങ്ങളും തുടരുന്നത്. തൊഴിൽ സമയം ദീർഘിക്കുകയും വേതനവും വിശ്രമവും വെട്ടിക്കുറയ്ക്കുന്ന മാടമ്പികളായി കുത്തകകൾ മാറിക്കഴിഞ്ഞു. എന്നാൽ ഭരണകൂടങ്ങൾക്കും കുത്തകകൾക്കും മുന്നിൽ മുട്ടുമടക്കിയ ചരിത്രമല്ല തൊഴിലാളി വർഗത്തിനെന്നും KC ജയപാലൻ പറഞ്ഞു. AITUC ജില്ലാ ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച മെയ്ദിന റാലി പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. വേലു അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ ഖജാൻജി M. ഹരിദാസ് മെയ്ദിന സന്ദേശം നൽകി. ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി MS. അനിൽകുമാർ, കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം മണി കുളങ്ങര, വർക്കിംഗ് വിമൻസ് ഫോറം ജില്ലാ സെക്രട്ടറി പ്രമിത, പാലക്കാട് മണ്ഡലം സെക്രട്ടറി രാധാകൃഷ്ണൻ മൂച്ചിക്കൽ എന്നിവർ സംസാരിച്ചു. TK വാസുദേവൻ, MS. ചന്ദ്രശേഖരൻ, ബാബു മണ്ണൂർ, രജനി, EP. രാധാകൃഷ്ണൻ, ദേവദാസ് കേരളശ്ശേരി, ജുഗ്നു യൂസഫ് എന്നിവർ റാലികൾക്ക് നേതൃത്വം നൽകി. മുതിർന്ന നേതാവ് K. വേലു ജില്ലാ ആസ്ഥാനത്ത് പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുതലാളിത്ത വർഗ്ഗങ്ങൾ ഇന്ന് പുതിയ ഭാവത്തിലും രൂപത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് CITU ജില്ലാ സെക്രട്ടറി M. ഹംസ. മെയ് ദിനത്തോടനുബന്ധിച്ച് CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി കുളപ്പുള്ളിയിൽ സംഘടിപ്പിച്ച മെയ് ദിന റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു M. ഹംസ. മെയ് ദിനത്തിൽ രാവിലെ കുളപ്പുള്ളി ടൗണിൽ സംഘടിപ്പിച്ച മെയ് ദിന റാലിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. ലോക തൊഴിലാളി ദിനം സിന്ദാബാദ്. സർവ്വരാജ്യ തൊഴിലാളികളെ ടൗൺ ചുറ്റിയ റാലി പിന്നീട് പാലക്കാട് റോഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ തൊഴിലാളി വർഗത്തിന് ഏറ്റവും ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങൾ സ്ഥാപിക്കപ്പെട്ടതാണ് സമരമെങ്കിൽ പോലും ആ സമരത്തെ ജനാധിപത്യപരമായിട്ടല്ല ചിക്കാഗോയിലെ ഭരണകൂടം കൈകാര്യം ചെയ്തത്. പക്ഷെ കോടതിക്ക് പറയേണ്ടി വന്നു ഇവർ നിരപരാധികളാണ് എന്ന്. മരിച്ചുപോയ മനുഷ്യരുടെ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നോ? അവിടെ കുടുംബത്തിന് പറ്റിയ നഷ്ടം തിരിച്ചെടുക്കാനാകുമോ? അവരെ സമരമുഖങ്ങളിലേക്ക് ശാസ്ത്രീയവും ശരിയുമായ രൂപത്തിൽ നയിച്ച ആ തൊഴിലാളി വർഗത്തിന് ചെയ്യുന്ന സംഭാവനകൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയ ആ ഗൂഢാലോചനയും ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാനാവില്ല. 140 വർഷക്കാലം പിന്നിട്ടപ്പോഴും 140 കൊല്ലത്തിന് ശേഷവും ലോകത്തിലെ തൊഴിലാളി വർഗത്തിനെതിരായി മുതലാളി വർഗം നടത്തുന്ന ഗൂഢാലോചനകൾ അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ മെയ് ദിനത്തിന്റെയും പ്രത്യേകത. CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കുളപ്പുള്ളിയിൽ മെയ് ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത്. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ K. ഗംഗാധരൻ, P. സിന്ധു, VM. സുശീല, ഡിവിഷൻ വൈസ് പ്രസിഡന്റുമാരായ MK. ജയപ്രകാശ്, TP. ഭാസ്കരൻ, V. വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നവരെന്ന് AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR മോഹൻദാസ് പറഞ്ഞു. AITUC ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ നടത്തിയ മെയ് ദിന റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെയ് ദിനത്തിൽ AITUC ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മെയ് ദിന റാലിയും പൊതുയോഗവും കുളപ്പുള്ളിയിൽ സംഘടിപ്പിച്ചത്. പൊതുയോഗം AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ലോകക്രമം നിശ്ചയിക്കുന്നതിൽ തൊഴിലാളിക്കും അവകാശമുണ്ടെന്നുള്ള ഒരു പുതിയ പ്രത്യയശാസ്ത്രം 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ കാറൽ മാർക്സും ഏംഗൽസും ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതിലൂടെയാണ് ലോകത്താകമാനമുള്ള തൊഴിലാളി വർഗം അവകാശബോധമുള്ളവരാവുകയും അവർ എക്കാലവും അടിമകളെ പോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല. അവർ ഈ ഭൂമിയിലെ അവകാശത്തിന് അതെല്ലാത്തിനും അവകാശികളാണ് എന്നുള്ള ഒരു ബോധം അവരിൽ ഉണ്ടാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തൊഴിൽ സമരങ്ങളും സംഘടനകളും രൂപീകൃതമായത്. യോഗത്തിൽ P. വിജയകുമാർ, EK. സുഭാഷ്, ജയപ്രകാശ് ചളവറ, K. പാറുകുട്ടി, M. നാരായണൻകുട്ടി, സയ്യിദ് മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
തരൂർ നിയോജകമണ്ഡലം INTUC റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകുരിശിൽ മെയ് ദിന റാലി നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രമണൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിയായ CV രാമകൃഷ്ണൻ, INTUC തരൂർ നിയോജകമണ്ഡലം റീജിയണൽ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കോട്ടായി, INTUC യങ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് C സുഭാഷ്, കോട്ടായി INTUC മണ്ഡലം പ്രസിഡന്റ് ഗംഗാധരൻ, തരൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ചാമിയാർ, കുഴൽമന്ദം ബ്ലോക്ക് മെമ്പർ അർജുൻ, സോഷ്യൽ മീഡിയ മണ്ഡലം കൺവീനർ അജിത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബു താഹിർ, പെരിങ്ങോട്ടുകുരിശി പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ, വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം ഭാരവാഹി പത്മമോഹൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് 1 തൊഴിലാളി ദിനം ആചരിച്ചു. AKTA വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി MT രമ്യ ഉദ്ഘാടനം ചെയ്തു. പുതുശ്ശേരി ഓഫീസിന് മുന്നിൽ മുതിർന്ന അംഗവും വൈസ് പ്രസിഡന്റുമായ M ദാമോദരൻ പതാക ഉയർത്തി. തുടർന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M ഖദീജ P, R സരള, C രതി തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം ശാന്തി സ്വാഗതവും ഏരിയ ട്രഷറർ ബിന്ദു CR നന്ദിയും പറഞ്ഞു. വാർഷിക സാന്ത്വന പദ്ധതി എന്നീ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ അംഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ മുൻനിർത്തി സംഘടന ഇന്ന് 46 വർഷം പിന്നിട്ട വേളകളാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ടൈലറിംഗ് പാർക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് പഠിക്കാനായും അവസരങ്ങൾ ഒരുക്കി ടൈലറിംഗ് പാർക്ക് കൊല്ലത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇനി വരുന്ന മെയ് 6-ാം തീയതി, ഈ മാസം 6-ാം തീയതി ടൈലറിംഗ് പാർക്ക് തൃശ്ശൂർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 6-ാം തീയതി നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്. നമ്മുടെ ഇവിടെ തന്നെ കുറേ അംഗങ്ങൾ നമ്മളെപ്പോഴും പറയുന്നതാണ് നമുക്ക് തൊഴിലവസരങ്ങൾ കുറവാണ് എന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ അടുത്ത് തന്നെ ടൈലറിംഗ് കോളേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലെ എല്ലാ അംഗങ്ങളും പരമാവധി എല്ലാ അംഗങ്ങളും അവിടെ ചേർന്ന് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. തുടർന്ന് ദേശമംഗലം, നെടുമ്പുര, ചെറുതുരുത്തി, മുള്ളൂർക്കര എന്നീ 4 യൂണിറ്റുകളിലെ 100 കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന അംഗങ്ങളുടെ റാലി പുതുശ്ശേരിയിൽ നിന്ന് തുടങ്ങി ചെറുതുരുത്തി ചുങ്കത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇറാം എഡ്യൂക്കേഷണൽ വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെയ് 1 ലോക തൊഴിലാളി ദിനം ആചരിച്ചു. പത്തിരിപ്പാല മൗണ്ട് സീനയിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന INTUC CITU തൊഴിലാളികളെ ഫലവൃക്ഷ തൈകൾ നൽകി ആദരിച്ചു. സിദ്ദീഖ് അഹമ്മദിൻ്റെ പിറന്നാൾ 58 ഈ 58 ചെടികൾ ഇന്ന് നടും. ഒരു പ്രതീകാത്മകമായിട്ട് ആ 58 എന്നുള്ള നമ്പർ വന്നിരിക്കുകയാണ്. ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഒരു വലിയ കാര്യമാണ് ചെയ്തത്. ഇതിന് ഈ മെയ് ഡേ ആശംസകൾ എല്ലാവർക്കും അർപ്പിക്കുന്നു. സൈനുദ്ദീൻ്റെ ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടതാണ്. ബിജോയിൻ്റെ സ്വാഗതം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ലീല. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി തൊഴിലാളികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഇറാം ഗ്രൂപ്പ് പ്രതിനിധി ബിജോയ് ദാസ് പദ്ധതി വിശദീകരിച്ചു. റിട്ടയർഡ് SI K സുരേഷ് അധ്യക്ഷത വഹിച്ചു. സൈനുദ്ദീൻ പത്തിരിപ്പാല, ഉണ്ണി മങ്കര, KK റഹ്മാൻ, അബ്ബാസ് മാസ്റ്റർ മണ്ണൂർ, ഷംസുദ്ദീൻ മാങ്കുറിശി, വിജയൻ കല്ലൂർ, ലീല ബാലകൃഷ്ണൻ മങ്കര, അപ്പുകുട്ടൻ കല്ലൂർ, തൊഴിലാളി പ്രതിനിധികളായ ശിവൻ, അബു താഹിർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈകളും നട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിന്റെ ഇരുട്ടടി. വാണിജ്യ LPG സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപയാണ്. ഇതോടെ ഹോട്ടൽ ഉടമകൾ ഏറെ പ്രയാസത്തിലായി. വിൽപ്പന നടത്തുന്ന സാധനങ്ങൾക്ക് വില കൂട്ടേണ്ടി വരുമെന്നും സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നുമാണ് പല ഹോട്ടൽ നടത്തിപ്പുകാരും പറയുന്നത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ആവശ്യത്തിന് കിട്ടാത്ത സാഹചര്യത്തിൽ നിന്നും അല്പം മാറ്റം വന്നതിനു പിന്നാലെയാണ് ഇപ്പോൾ വിലവർധനവും കൂടി വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിന്റെ ഇരുട്ടടി. വാണിജ്യ LPG സിലിണ്ടറിനാണ് ഒറ്റയടിക്ക് 993 രൂപ കൂട്ടിയിരിക്കുന്നത്. ബേക്കറി, റെസ്റ്റോറന്റ്, ഹോട്ടൽ ഉടമകൾക്കുമേൽ ഇടുത്തി. ചെറിയതും വലുതുമായ ഹോട്ടൽ ഉടമകളാണ് ഏറെ പ്രയാസത്തിലായിരിക്കുന്നത്. സിലിണ്ടറിന് വില വർദ്ധിച്ചാൽ സാധനങ്ങൾക്കും വില കൂട്ടേണ്ടി വരുമെന്നാണ് പല ഹോട്ടൽ ഉടമകളും പറയുന്നത്. സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വരുമെന്നും ഇവർ വിഷമത്തോടെ പറയുന്നു. വില കൂടിയിട്ടുണ്ടെങ്കിൽ വില വർദ്ധിപ്പിച്ച് വിൽക്കണം. അതിനനുസരിച്ച് സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കും. ഗ്യാസ് മാത്രമല്ലല്ലോ, എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ നമ്മളിപ്പോൾ പെട്രോൾ വാങ്ങുമ്പോൾ സാധാരണ ഒരു മൊബൈൽ 993 ഒറ്റയടിക്ക് കൂടി. അതിനനുസരിച്ച് ഇത് പാചകവാതകം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിറ്റിട്ട് ഇതിന് ലാഭമൊന്നും ഉണ്ടാവില്ല. 5-6 തൊഴിലാളികൾ നിർത്തി പോകേണ്ടി വരും. അല്ലാതെ വലിയ ഇനിയൊക്കെ പിടിച്ചു നിൽക്കുന്നത് വലിയ ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ല സാധാരണക്കാരന് പറ്റില്ല.
തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്നതടക്കമുള്ള പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് വരും. എന്തുതന്നെയായാലും വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്കുള്ള വിലവർധന ഹോട്ടൽ ഉടമകൾക്ക് ശരിക്കും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് സീൽ ചെയ്ത വെടിക്കോപ്പുകളാണ് യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്ന് ശേഖരം എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാണ്. കടുത്ത വേനൽ ചൂടിൽ പാടത്തിന് നടുവിലെ ഈ കെട്ടിടം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ്. ഇതിനുള്ളിൽ എത്രത്തോളം വീര്യമുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉള്ളതെന്ന് നാട്ടുകാർക്കോ അധികൃതർക്കോ വ്യക്തമായ ധാരണയില്ല. 100 മീറ്ററിനുള്ളിൽ സ്കൂളും പള്ളിയും 70 മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇപ്പോൾ വലിയൊരു ഭീതിയിലാണ്. അടുത്തിടെ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുണ്ടന്നൂർ നിവാസികളുടെ ആശങ്ക ഇരട്ടിയാക്കിയിരിക്കുകയാണ്. മുൻപ് ഈ മേഖലയിൽ നടന്ന വെടിക്കെട്ട് പുരാപകടത്തിൽ വീടുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വൻതോതിൽ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ആ ദുരന്തത്തിന്റെ നടുക്കം മാറാത്ത നാട്ടുകാർക്ക് മുന്നിലാണ് ഈ വെടിമരുന്ന് ശേഖരം അധികൃതർ മാറ്റാതെയിട്ടിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്ന് ശേഖരം എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. താഴ്ത്തങ്ങാടി പ്രദേശത്തുള്ള ഈ കുണ്ടന്നൂർ പള്ളിയുടെ താഴ്ത്തങ്ങാടി എന്ന് പറയും. അധികം നിവാസികളുടെ വീടുകൾ തകർന്നു, എല്ലാ ഗൃഹോപകരണങ്ങളും നശിച്ചു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വലിയ അപകടം ഉണ്ടായത്. ആദ്യത്തെ അപകടം വെടിക്കെട്ട് പൊട്ടിയതിൻ്റെ സാമഗ്രികൾ കൊടുന്നിട്ടു അലസതയായിട്ട് അത് തീയെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് മരുന്നിലേക്ക് കയറി പിടിച്ച് അന്ന് കുറെ പൊട്ടി. ഒരു 8-9 കൊല്ലം മുമ്പ്. അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ അപകടമാണിത്. ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ വീടിൻ്റെ ജനലകളും വാതിലുകളും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകിട് പൊടിയായി. പള്ളിയുടെ ഷീറ്റ് മേഞ്ഞത് കംപ്ലീറ്റ് തരിപ്പണായി. സ്കൂളിൻ്റെ ജനാലകൾ മുഴുവൻ തകർന്നു. എന്നിട്ടും അവർ ഈ റെയ്ഡ് ചെയ്ത് ഇയാളുടെ സാധനങ്ങൾ അനധികൃതമായി സൂക്ഷിച്ച മരുന്നുകളെല്ലാം റെയ്ഡ് ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നിട്ട് വീണ്ടും ആ വെടിക്കെട്ട് പെരയിലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ പുറത്ത് കുറേ പരാതികൾ അയച്ചിരുന്നു. കളക്ടർക്ക്, തൃശ്ശൂർ ജില്ലാ കളക്ടർക്ക്, പിന്നെ താലൂക്കിലേക്ക്, വില്ലേജിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക്, ഇവിടെ എരുമപ്പെട്ടി പഞ്ചായത്തിന്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത്, എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞതെന്ന് വെച്ചാൽ മഴ മാറട്ടെ, വെള്ളം മാറ്റുമ്പോൾ നമുക്ക് പൊളിക്കാം. അപ്പം ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ സീൽ ചെയ്തതാണ് അവർക്ക് പൊളിക്കാനുള്ള അധികാരം? അയാൾ പൊളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉടമസ്ഥൻ, ഈ ലൈസൻസ് ഒന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അയാൾ എന്ത് വേണേലും ചെയ്തോട്ടെ. നമ്മുടെ ജനസാന്ദ്രത കൂടിയ സ്ഥലത്തുനിന്ന് ഈ സാധനം കൊടുത്ത് മാറ്റം ഞങ്ങൾക്കിത് പേടിച്ചിട്ടായിരിക്കണം. നിർവീര്യാക്കി വെച്ച സാധനമാണ് വടക്കേ മലബാറിൽ എവിടെയോ പൊട്ടിത്തെറിച്ചത്, മണ്ണിൻ്റെ അടിയിൽ കിടന്നത്. ഇത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞു. പാപ്പാനെ ചവിട്ടിക്കൊന്നു. സംഭവം വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു. വാഴവാടി കാശിനാഥൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കഴിഞ്ഞ ദിവസം വിളക്കെഴുന്നള്ളിപ്പിനിടെ ഇതേ ആന ഇടഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന വിളക്കെഴുന്നള്ളിപ്പിനിടെ ഇതേ ആന ഇടഞ്ഞിരുന്നു. ആനയുടെ കൂടെ നടന്നിരുന്ന 2 പേർ വീഴുകയും ചെയ്തു. ഉടൻ തന്നെ പാപ്പാന്മാർ ആനയെ നിയന്ത്രിച്ച് ആനകളെ കെട്ടിയിരുന്ന ദേവസ്വം പറമ്പായ കൊട്ടിലായ്ക്കലിൽ തളയ്ക്കുകയായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയോടെ വീണ്ടും അക്രമാസക്തനായ ആന തളച്ചിരുന്ന പറമ്പിലെ താൽക്കാലിക ഷെഡ് തകർക്കുകയും പാപ്പാന്മാരെ ആക്രമിക്കുമായിരുന്നു. ആക്രമണത്തിൽ പാപ്പാന്മാരായ 28 വയസ്സുള്ള അമൽ, 25 വയസ്സുള്ള ശ്രീകുട്ടൻ എന്നിവർക്ക് പരിക്കേറ്റു. ഉടൻ തന്നെ ഇവരെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നെഞ്ചിൽ ചവിട്ടിയേറ്റ 2ാം പാപ്പാൻ ശ്രീകുട്ടൻ മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റ 1ാം പാപ്പാൻ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ ചെറുതുരുത്തി തടയണയിൽ ജലക്ഷാമം രൂക്ഷമായി. തടയണയിൽ വെള്ളം കുറഞ്ഞതോടെ ഒരു മോട്ടോർ മാത്രമേ പമ്പിങ്ങിനായി ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ STVയോട് പറഞ്ഞു. വെള്ളം ഇനിയും കുറയുന്ന സാഹചര്യത്തിൽ പമ്പിങ്ങിന് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നും AE പറഞ്ഞു. ഭാരതപ്പുഴയിലെ ഷൊർണൂർ ചെറുതുരുത്തി സ്ഥിരം തടയണയിൽ വെള്ളം നന്നേ കുറഞ്ഞതോടെയാണ് വെള്ളിയാഴ്ച മുതൽ പമ്പിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത്. നിലവിൽ ഷൊർണൂർ നഗരസഭാ പ്രദേശത്തിന് പുറമെ വാണിയംകുളം പഞ്ചായത്തിലേക്കും ഷൊർണൂർ തടയണയുടെ ഒരു ഭാഗത്തുനിന്നും പമ്പിങ് ചെയ്ത് വെള്ളം എത്തിക്കുന്നുണ്ട്. 2 മോട്ടോറുകളാണ് നിലവിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. എന്നാൽ ഇന്നു രാവിലെ മുതൽ പമ്പിങ്ങിനായി ഒരു മോട്ടോർ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂവെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ STVയോട് പറഞ്ഞു. തടയണയിൽ ഇനിയും വെള്ളം കുറയുന്ന സാഹചര്യത്തിൽ പമ്പിങ്ങിന് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നും AE പറഞ്ഞു. ചളറ പഞ്ചായത്തിലേക്കും ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ജലനിരപ്പ് കുറഞ്ഞതായാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്.
തടയണയിൽ വെള്ളമില്ലാത്തതിനാൽ സമീപത്തെ കൃഷിയിടങ്ങളും പ്രതിസന്ധിയിലാണ്. 360 മീറ്റർ നീളത്തിലും 2.5 മീറ്റർ ഉയരത്തിലുമാണ് തടയണ സ്ഥിതി ചെയ്യുന്നത്. പ്രതിദിനം 20 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണിയാണ് നിലവിലുള്ളത്. വേനൽ കടുത്തതോടെ ജലത്തിൻ്റെ അളവ് കുറഞ്ഞതായാണ് ആശങ്കയ്ക്കിടയാക്കിയത്. അതേസമയം മഴക്കാലത്ത് കൂടുതൽ വെള്ളം സംഭരിച്ചു നിർത്താൻ മണൽ നീക്കം ചെയ്ത് ആഴം കൂട്ടാനുള്ള പ്രവർത്തനങ്ങളും നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പാലക്കാട് കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ മലമ്പുഴ ഡാം തുറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഷൊർണൂരിലെ തടയണിലേക്ക് എത്താൻ 4 ദിവസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കടുത്ത വേനലിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ തങ്ങളുടെ നഷ്ടപ്പെട്ട കുടിവെള്ള കണക്ഷനു വേണ്ടിയുള്ള കാത്തിരിപ്പ് 4 മാസം പിന്നിട്ടിട്ടും തുടരുകയാണ്. ഒറ്റപ്പാലം പനമണയിൽ റവന്യൂ റിക്കവറി നടപടിയുടെ ഭാഗമായി വിച്ഛേദിക്കപ്പെട്ട ശുദ്ധജല കണക്ഷനു വേണ്ടിയാണ് ഉപഭോക്താക്കൾ കാത്തിരുന്ന് വലയുന്നത്. 2024 ഡിസംബർ 23 മുതൽ 2025 ഡിസംബർ വരെയുള്ള കുടിശ്ശികയുടെ പേരിലായിരുന്നു റവന്യൂ റിക്കവറി നടപടി ഈ കുടുംബം നേരിട്ടത്. ജനുവരി 6-ന് പൈസ അടച്ചതാണ്. പിന്നെ ഒരു 8 പൈപ്പിൻ്റെ കണക്ഷൻ ഇട്ടിട്ട് പോയി, പിന്നെ ഊരിക്കൊണ്ടേ. പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടല്ലേ. ഇതേവരെ വന്നിട്ടുമില്ല, നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ 3185 രൂപ ഒറ്റപ്പാലം 1 വില്ലേജ് ഓഫീസിൽ അടച്ചെങ്കിലും ശുദ്ധജല കണക്ഷൻ നാളിതുവരെയും പുനഃസ്ഥാപിച്ചു നൽകിയിട്ടില്ല. സമാനമായ പ്രതിസന്ധി മറ്റു ഗുണഭോക്താക്കളും നേരിടുന്നുണ്ട്. റവന്യൂ വകുപ്പിൽ നിന്നും ട്രഷറി അക്കൗണ്ട് വഴി ജല അതോറിറ്റിയുടെ അക്കൗണ്ടിലെത്തിക്കാനുള്ള സാങ്കേതിക തടസ്സമാണ് ശുദ്ധജല കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള തടസ്സം. ഇത് സംബന്ധിച്ച പ്രശ്നം ലാൻഡ് റവന്യൂ കമ്മീഷണറെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും റവന്യൂ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റേഷനിലേക്ക് റീത്ത് വാങ്ങാനെന്ന് വ്യാജേന എത്തി പൂക്കട ജീവനക്കാരനിൽ നിന്ന് പണം തട്ടിയെടുത്തു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള പൂക്കടയിലാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി തട്ടിപ്പ് നടന്നത്. തട്ടിപ്പിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. രാത്രി 12 മണിയോടെ പൂക്കടയിൽ കിടന്നുറങ്ങുകയായിരുന്ന ജീവനക്കാരനെ വിളിച്ചുണർത്തിയാണ് അപരിചിതനായ ഒരാൾ എത്തിയത്. പാന്റും ഷർട്ടും ധരിച്ച് കയ്യിൽ ബാഗുമായി എത്തിയ ഇയാൾ പെരുമാറ്റത്തിലൂടെ താനൊരു പോലീസുകാരനാണെന്ന ധാരണ ജീവനക്കാരിൽ ഉണ്ടാക്കുകയായിരുന്നു. സ്റ്റേഷനിലേക്ക് അടിയന്തരമായി 500 രൂപയുടെ റീത്ത് വേണമെന്നായിരുന്നു ആദ്യ ആവശ്യം. ഇതിനിടെ റീത്തിൽ എഴുതേണ്ട കാര്യങ്ങൾ ചോദിക്കാനെന്ന ഭാവേന ഇയാൾ ഫോണിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന വ്യാജേന സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് ഒരു റീത്തിന് പകരം 4 റീത്തുകൾ കൂടി വേണമെന്ന് ഇയാൾ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. ഇവ തയ്യാറാക്കാൻ 45 മിനിറ്റ് സമയം വേണമെന്ന് ജീവനക്കാരൻ അറിയിച്ചു. ഈ സമയം ഓട്ടോറിക്ഷ കൂലി നൽകാൻ കയ്യിൽ ചില്ലറയില്ലെന്നും 400 രൂപ നൽകണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. പോലീസുകാരനാണെന്ന് വിശ്വസിപ്പിച്ച ജീവനക്കാരൻ ഉടൻ തന്നെ പണം നൽകുകയും ചെയ്തു. പണം കൈക്കലാക്കിയ ശേഷം റീത്ത് വാങ്ങാനായി എത്താമെന്ന് പറഞ്ഞു പോയ ഇയാൾ പിന്നീട് തിരിച്ചു വന്നില്ല. റീത്തുകൾ തയ്യാറാക്കി 1 മണിക്കൂറോളം ജീവനക്കാരൻ കാത്തിരുന്നു. ഒടുവിൽ സംശയം തോന്നി സമീപത്തെ ചായക്കടയിൽ അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ അവിടെയൊന്നും എത്തിയിട്ടില്ലെന്ന് മനസ്സിലായത്. തുടർന്നാണ് താൻ തട്ടിപ്പിനിരയായ വിവരം ജീവനക്കാരൻ തിരിച്ചറിയുന്നത്. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ ഇയാൾ മുൻപും തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളതായി സൂചനയുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ട നാട്ടുകാരാണ് ഇയാൾ മുൻപും ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളയാളാണെന്ന് തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോട്ടറി ടിക്കറ്റിൽ നമ്പർ തിരുത്തി ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് 11,000 രൂപ തട്ടിയെടുത്തു. വരവൂർ സ്വദേശി കക്കാട് വീട്ടിൽ വിനോദാണ് കബളിപ്പിക്കപ്പെട്ടത്. മുച്ചക്ര വാഹനത്തിൽ മുള്ളൂർക്കരയിൽ നിന്ന് വരുന്ന ഭാഗത്തേക്ക് ലോട്ടറി വാങ്ങി വരുന്ന വഴി ഇരുന്നിലങ്കോട് SN നഗറിന് സമീപം സ്കൂട്ടറിലെത്തിയ യാത്രക്കാരൻ 11 ലോട്ടറികൾ 1000 രൂപ വീതം അടിച്ചു എന്ന് പറഞ്ഞ് വിനോദിന് നൽകുകയും വിനോദിന്റെ കൈവശമുണ്ടായിരുന്ന 50 രൂപയുടെ 73 ടിക്കറ്റ് ആകെ 3650 രൂപ എടുത്തതിനു ശേഷം ബാക്കി തുകയായ 7350 രൂപ വിനോദിന്റെ കയ്യിൽ നിന്നും വാങ്ങുകയും ചെയ്തു. തുടർന്ന് വിനോദ് ലോട്ടറിയുമായി ലോട്ടറി ഏജൻസിയിലെത്തി സ്കാൻ ചെയ്തപ്പോഴാണ് ലാസ്റ്റ് നമ്പർ 8 ഉള്ളത് 3 ആക്കിയാണ് വിനോദിനെ പറ്റിച്ചത്. തുടർന്ന് വിനോദ് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. വാഹനത്തിന്റെ നമ്പർ വെച്ച് പരിശോധിച്ചപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ നമ്പറാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി. ഭിന്നശേഷിക്കാരനായ വിനോദിനെ ഉപജീവന മാർഗമായ ലോട്ടറി കച്ചവടത്തിൽ മനുഷ്യത്വമില്ലാത്ത രീതിയിലാണ് വഞ്ചിച്ചത്. എൻ്റെ പേര് വിനോദ് എന്നാണ്. ഞാൻ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ഇരുന്നങ്ങോട് വഴിയാണ് ലോട്ടറി കച്ചവടം ചെയ്യുന്നത്. ഡെയിലി വരൂരിനോട്ട് ഇരുന്നങ്ങോട് വരെ ആ ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്, ചെയ്യാറുണ്ട്. അപ്പോൾ അവിടുന്ന് ലോട്ടറി ഇന്ന് വിറ്റ് നാളത്തെ ലോട്ടറി എടുത്തു വരുമ്പോഴാണ് ഒരു 18 ടിക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ നാളത്തെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, മറ്റന്നത്തെ 2ാമത്തെ ടിക്കറ്റ്.
അതും കൂടിയിട്ട് ഒരാൾ ടിക്കറ്റ് എടുത്തു. ആൾക്ക് 14,000 അടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ 79:43 അടിച്ചിരുന്നു പറഞ്ഞാണ് 25-ാം തീയതി ടിക്കറ്റ്. അപ്പോൾ അത് അടിച്ചു നോക്കിയപ്പോൾ കടയിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ 79:48 കാണുന്നത്. 8-3 ആക്കിയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളം പുതുശ്ശേരിയിൽ വീട് കത്തിനശിച്ചു. പുതുശ്ശേരി സ്വദേശി ആനന്ദന്റെ വീടാണ് കത്തിനശിച്ചത്. വീട്ടിൽ നിന്ന് പുകയുന്നത് കണ്ട നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. വീടിന്റെ ഉൾഭാഗം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തീപിടുത്തമുണ്ടാകുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ആനന്ദൻ തനിച്ചാണ് വീട്ടിൽ താമസം. ഇയാൾ പുറത്തുപോയ സമയത്താണ് തീപിടുത്തമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. ഒറ്റപ്പാലം തൃശൂർ സംസ്ഥാന പാതയിൽ മനുശ്ശേരിയിൽ നിന്നും കയറിയ ഏകദേശം 65 വയസ്സ് തോന്നിക്കുന്ന ആളാണ് ചുടുവാൽത്തൂർ സ്റ്റോപ്പിനടുത്ത് ബസ്സിൽ കുഴഞ്ഞു വീണത്. ഉടനെ ബസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ബസ്സിൽ കുഴഞ്ഞു പോണതാണ്. മനുശ്ശേരിയിൽ നിന്ന് കയറി മുള്ളൂർക്കരയ്ക്ക് ടിക്കറ്റ് എടുത്തതാണ്. അങ്ങനെ കുഴഞ്ഞു പോകണു. ചുടുവാൽത്തൂർ കാണിച്ചു. അവിടുത്തെ പഠിക്കാൻ വേണ്ടപ്പോൾ നമ്മുടെ കൊണ്ട് കാണിച്ചപ്പോഴേക്കും മാഡം നോക്കിയിട്ട് ആൾ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. വീടിന്റെ മതിൽ പൊളിക്കുന്നതിന് ഇടയിൽ ഉഗ്രവിഷമുള്ള 5 അടിയോളമുള്ള വെമ്പാല തൊഴിലാളികളുടെ നേരെ ചീറ്റി വന്നു. തൊഴിലാളികൾ തെന്നിമാറി. ചെറുതുരുത്തി നെടുമ്പുരയിലാണ് സംഭവമുണ്ടായത്. തൊഴിലാളികൾ തെന്നിമാറിയതിനാൽ അപകടമൊന്നും സംഭവിച്ചില്ല. ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം നാരായണൻ വനംവകുപ്പ് അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് വരവരെയുള്ള പ്രമോദ് എന്ന പാമ്പ് പിടുത്തക്കാരനും സഹായിയും വന്ന് പാമ്പിനെ പിടിച്ചു വനത്തിൽ ഉപേക്ഷിച്ചു. ഇതോടെയാണ് വീട്ടുകാർക്ക് സമാധാനമായത്. ഇതിൽ വെമ്പാലയുടെ കുട്ടികളുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് മോഷണക്കേസിൽ കർണാടക പോലീസ് തേടി വന്നതിനെ തുടർന്ന് കെട്ടിടത്തിന്റെ മുകളിൽ കയറി യുവാവിന്റെ ഭീഷണി. കോതവറമ്പ് സ്വദേശി സതീഷാണ് പോലീസിനെ ഏറെ നേരം വലച്ചത്. ശ്രീനാരായണപുരം ആത്മാവിൽ വെള്ളിയാഴ്ച 11 മണിയോടെയായിരുന്നു സംഭവം. ആത്മാവിലുള്ള ബന്ധുവീട്ടിലായിരുന്ന സതീഷിനെ തേടിയെത്തിയ പോലീസിനെ കണ്ട ഇയാൾ അടുത്തുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ കയറുകയായിരുന്നു. ഇയാളെ അനുനയിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യം വഴങ്ങാൻ തയ്യാറായില്ല. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇയാളെ അനുനയിപ്പിച്ച് താഴെയിറക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശിശു സൗഹൃദ അംഗനവാടികളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ അംഗനവാടികളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഭരണസമിതി ആഗ്രഹിക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയൻ പറഞ്ഞു. 40 അംഗനവാടികളിലെ കുട്ടികൾക്ക് ഒരേ യൂണിഫോം ആക്കുക, അംഗനവാടികളുടെ നിലവിലെ പേരുകൾ മാറ്റി പ്രത്യേക പേരുകൾ ആക്കുക തുടങ്ങിയവ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 40 അംഗനവാടികളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ 5 അംഗനവാടികൾക്ക് പുതിയ കെട്ടിടം പൂർത്തിയാക്കാനുണ്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ പ്രവർത്തനം പൂർത്തിയാക്കുമെന്നും അംഗനവാടികളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഭരണസമിതി ആഗ്രഹിക്കുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയൻ പറഞ്ഞു. അംഗനവാടികളിലെ ചില മാറ്റങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 40 അംഗനവാടികളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അതിൽ 5 അംഗനവാടികൾക്കും കൂടി കെട്ടിടം പൂർത്തിയാവാനുണ്ട്. ആ 5 അംഗനവാടി കെട്ടിടം കൂടി ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ 40 അംഗൻവാടികളിലും ഞങ്ങൾ ഒരു യൂണിഫോമിലേക്ക് അംഗൻവാടികളെ കൊണ്ടുവരണമെന്നാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യൂണിഫോം പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള പെയിൻറ്റിങ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ശിശു സൗഹൃദ അംഗൻവാടികളാക്കി മാറ്റിയെടുക്കുക, അതിന് ഒരേ യൂണിഫോമിലേക്ക് കൊണ്ടുവരിക. 40 അംഗനവാടികളിലെ കുട്ടികൾക്ക് ഒരേ യൂണിഫോം ആക്കുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കെട്ടിടങ്ങൾക്ക് ഒരേ പെയിന്റിംഗ് ആക്കുക, അംഗനവാടികളുടെ നിലവിലെ പേരുകൾ മാറ്റി ശലഭത്തിൻ്റെയോ പൂക്കളുടെയോ അത്തരത്തിൽ പ്രത്യേക പേരുകളാക്കി മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. 40 അംഗൻവാടികളിലും ഇപ്പോൾ ഓരോ സ്ഥലങ്ങളുടെ പേരുകളാണ് അവിടെ ഉള്ളത്. ആ സ്ഥലങ്ങളുടെ പേര് മാറ്റി പൂക്കളുടെയോ അല്ലെങ്കിൽ ശലഭങ്ങളുടെയോ പേരുകൾ ആക്കി 40 അംഗൻവാടികൾക്കും ഒരു പ്രത്യേക പേര് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അംഗൻവാടി വർക്കർമാർ വളരെ ബുദ്ധിമുട്ടുന്നത് ഒരുപാട് രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യുന്നതാണ്. അത് മാറ്റി അവർക്ക് ഒരു കമ്പ്യൂട്ടർ നൽകണം, നല്ല ഡാറ്റകളും ആ കമ്പ്യൂട്ടറിൽ ശേഖരിക്കാൻ കഴിയുന്ന രീതിയിലൊരു കമ്പ്യൂട്ടർ നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അംഗനവാടികളിലെ വർക്കർമാർക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ കമ്പ്യൂട്ടറുകൾ നൽകാനും ഭരണസമിതി ഉദ്ദേശിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും ഫണ്ടുകൾ ഇതിനായി ഉപയോഗപ്പെടുത്തി കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഇപ്പോഴത്തെ ഉദ്ദേശമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മഞ്ഞപ്പിത്തം ബാധിച്ച് വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന മണ്ണൂർ സ്വദേശി അൻഷാദിന്റെ ജീവൻ രക്ഷിക്കാൻ നാട് കൈകോർക്കുന്നു. നിർധന കുടുംബത്തിൽപ്പെട്ട അൻഷാദ് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ വൃക്കകളിലും ബാധിച്ച് അബോധാവസ്ഥയിൽ ഒരാഴ്ചയിലേറെയായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്.
മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ വൃക്കകളിലും ബാധിച്ച് അബോധാവസ്ഥയിൽ ഒരാഴ്ചയിലേറെയായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് രൂപ ആശുപത്രിയിൽ ചെലവായി. ചികിത്സയ്ക്കുള്ള തുക കണ്ടെത്താൻ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ചെയർമാനും വാർഡ് മെമ്പർ ഷബിത മുനീർ കൺവീനറുമായും ഫാറൂഖ് ട്രഷററുമായും ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. മരണപ്പെട്ടുപോയ അബ്ബാസക്കാന്റെ മകൻ അൻഷാദ് ഒരു മാരക രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടവനാട് ആശുപത്രിയിൽ ചികിത്സയാണ്. ലക്ഷങ്ങൾ ഇവിടെ ഇപ്പോൾ മുഴുവൻ പൈസ അടച്ചുകൊണ്ട് അപ്പോൾ ആ ചികിത്സ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആ കുടുംബം വളരെ ദരിദ്രമാണ്. സാമ്പത്തികമായിട്ടും വളരെയധികം മുന്നോട്ട് നിൽക്കുന്ന കുടുംബമായതുകൊണ്ട് ആ ചികിത്സാ സഹായം ഏറ്റെടുക്കുന്നതിന് വേണ്ടി മണ്ണൂർ പഞ്ചായത്ത് തന്നെ അതിൻ്റെ ഒരു ചികിത്സാ ധനസഹായ കമ്മിറ്റി രൂപീകരിക്കുകയും ഇന്നലെ രൂപീകരിച്ചു. ഇന്നിപ്പോൾ വൈകുന്നേരം 5 മണിക്ക് കൊട്ടക്കുന്ന് ക്രൈസി ഫ്രണ്ട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ ഏകദേശം 4 ലക്ഷത്തോളം രൂപ ഈ ചികിത്സാ ധനസഹായ കമ്മിറ്റി അതുകൊണ്ട് സാമ്പത്തികമായിട്ടും വളരെയധികം അൻഷാദിന്റെ ചികിത്സയ്ക്കായി മണ്ണൂർ കോട്ടക്കുന്ന് ക്രേസി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്വരൂപിച്ച 25,000 രൂപ ക്ലബ്ബ് ഭാരവാഹികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. അൻഷാദിന്റെ ചികിത്സാ വിതരണത്തിന്റെ ഭാഗമായിട്ടാണ് ചേർന്നിട്ടുള്ളത്. നമ്മുടെ ക്ലബ്ബ് 4 ലക്ഷത്തോളം രൂപയാണ് ഒരു പേരിൽ കൊടുക്കുന്നത്. നാളെ വരെയുള്ള ക്ലബ്ബ് പ്രവർത്തനങ്ങളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ തന്നെ ആയിരുന്നു. ഇതിനു മുമ്പ് ലബി ഷക്കീർ അതുപോലെ അതി ചികിത്സ തുടങ്ങി നാട്ടിൽ എന്താണോ പ്രതിസന്ധി വരുന്നത് ആ പ്രതിസന്ധിക്കനുസരിച്ച് ക്ലബ്ബ് എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട്. തുടർന്നും ക്ലബിന്റെ പ്രവർത്തനം ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ക്ലബ് പ്രസിഡന്റ് വിപിൻ കുമാർ, സെക്രട്ടറി KS സുനീർ, ഫൈസൽ, ഹമീദ്, ഹാരിഷ, പഞ്ചായത്ത് അംഗങ്ങളായ SJN നജീബ്, VM അൻവർ സാദിഖ് എന്നിവർ പങ്കെടുത്തു. അൻഷാദിന്റെ ചികിത്സാ സഹായ നിധിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ ശശിയേട്ടൻ ചെയർമാനായി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ക്രേസി ക്ലബും അതുപോലെ ഇന്നലെ പണിയറയും അറേബ്യൻ സ്റ്റാറും അങ്ങനെ വിവിധ ക്ലബ്ബുകളും കയറ്റും. അങ്ങനെ ഒട്ടനവധി സഹായ മനസ്സുള്ള ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, മണ്ണൂർ പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ തന്നെ ഈ കമ്മിറ്റിയും ഒരിക്കലും അൻഷാദിന്റെ കുടുംബം സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് നൽകിയത്. അതുകൊണ്ട് അവരുടെ കൂടെ ഒരു കരുതലായി ഈ കമ്മിറ്റി ഉണ്ടാവും. അതിന് മണ്ണൂർ പഞ്ചായത്തിലെ നല്ലവരായ എല്ലാ ആളുകളും ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മിറ്റിയുമായി സഹകരിക്കണമെന്നും നമ്മുടെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കൂടെ ഉണ്ടാവണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കുംപുറം പള്ളിപ്പടി കൂട്ടായ്മകളും സ്വരൂപിച്ച തുക ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. അൻഷാദിന്റെ ജീവൻ രക്ഷിക്കാൻ വിദേശത്തും സ്വദേശത്തുമുള്ള സുമനസ്സുകളും സഹകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള ജേർണലിസ്റ്റ് യൂണിയൻ കുഴൽമന്ദം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടായി സെന്ററിൽ KJU സ്ഥാപക ദിനം ആചരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം R ജനാർദ്ദനൻ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ സെക്രട്ടറി PK രോഹിണികുമാർ, ട്രഷറർ R ജയൻ, ജോയിന്റ് സെക്രട്ടറി PB ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിൽ നിന്ന് സ്പെഷ്യൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റായി വിരമിച്ച N സുന്ദറിന് പഞ്ചാബ് നാഷണൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയനും ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷനും ചേർന്ന് യാത്രയയപ്പ് നൽകി. സുന്ദരായനം എന്ന പേരിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം AKB എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി B രാംപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 1997 തുടങ്ങി കുമ്പനാട് ശാഖയിൽ ആരംഭിച്ച അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം സ്പെഷ്യൽ അസിസ്റ്റന്റായി സ്പെഷ്യൽ കസ്റ്റമർ സർവീസസ് ആയി ഒറ്റപ്പാലം ശാഖയിൽ നിന്നും ഇന്നലെ അദ്ദേഹം അതിന് അനിവാര്യമായ വിരാമം അദ്ദേഹം നമ്മുടെ സംഘടനയ്ക്ക് മാത്രമല്ല അദ്ദേഹം ഉൾപ്പെടുന്ന സമൂഹത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ കേരളയിൽ PNBEU പ്രസിഡന്റ് V കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. PNBEയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി N വിനോദ് കുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി, AKBEF ജില്ലാ സെക്രട്ടറി KS വിമൽ, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ K സന്തോഷ് കുമാർ,
സജീദ് മുഹീദ്ദീൻ, NK രാമദാസ്, ജില്ലാ ചെയർമാൻ M സുനിൽകുമാർ, ഒറ്റപ്പാലം ടൗൺ സെക്രട്ടറി PT പ്രദീപ് കുമാർ, N സുന്ദരൻ എന്നിവർ സംസാരിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ചെയർമാനാണ് N സുന്ദരൻ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ UDFലെ ഘടക കക്ഷികൾ നിലനിൽക്കുമെങ്കിലും കോൺഗ്രസിന്റെ സ്ഥിതി വളരെ മോശമാകുമെന്ന് അഭിപ്രായം ഉയരുന്നുണ്ട്. താങ്കളുടെ പ്രതികരണമെന്ത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ എന്നുള്ളത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. ഇല്ലെങ്കിൽ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാര് അമളി പറ്റി എന്നാണ് പറയേണ്ടത്. സമസ്ത മേഖലകളും ഈ ഗവൺമെന്റ് LDF ഗവൺമെന്റ് പരാജയമാണ്. 10 വർഷത്തോളമായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. നികുതി വർധന, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, തൊഴിലില്ലായ്മ, പിന്നെ PSC റാങ്ക് ലിസ്റ്റ് നോക്കുകുത്തിയാക്കിയ പിൻവാതിൽ നിയമനം, ഒട്ടനവധി അഴിമതി കഥകളുടെ കൂമ്പാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കേരളത്തിൽ ഭരണം മാറ്റം വന്നിട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഒരു കാലത്തും തിരിച്ചു വരില്ല. കാരണം അല്ലെങ്കിൽ ഒന്നുകിൽ അതിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മോദി ഗവൺമെന്റ് പിൻപറ്റി കേരളത്തിൽ വീണ്ടും ഈ ബാലറ്റ് പേപ്പറിലൂടെ തിരിച്ചു വരേണ്ട ജനാധിപത്യം അത് വോട്ടിംഗ് മെഷീനിലെ തകരാറോ അല്ലെങ്കിൽ അതിൽ കൃത്രിമം ചെയ്തിട്ട് പെരിച്ചാഴി സിനിമയിലെ പോലെ ആണ് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായെങ്കിൽ ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് ജനങ്ങൾ ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം. നിലവിലെ സാഹചര്യം മുന്നണികളും ചാനലുകളും ഭയങ്കര ചർച്ചയും കിഴിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ UDF തന്നെയാണ് മുൻകൈ എടുക്കുക എന്ന് തന്നെയാണ് നമുക്ക് കണക്കുകൂട്ടാൻ കഴിയുന്നത്. അഥവാ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ വ്യാപകമായ കൊഴിച്ചുപോക്കൽ UDFിൽ നടക്കും എന്ന് വിലയിരുത്തുന്നവരും ഉണ്ട്. മാത്രമല്ല LDF അധികാരത്തിൽ വരിക എന്നുള്ളത് BJPയുടെയും കേന്ദ്രം ഭരിക്കുന്ന BJPയുടെയും ആവശ്യമാണ്. അവർ തന്നെ അത് വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അടുത്ത 2031 BJPക്ക് കേരളം ഭരിക്കാനുള്ള സാധ്യതകൾ തെളിയണമെങ്കിൽ LDF അധികാരത്തിൽ വരണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിലവിൽ ജനാധിപത്യ വിശ്വാസികളായ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ 4-ാം തീയതി വരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ UDFിൽ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. 10 വർഷം കോൺഗ്രസ് കേരളത്തിൽ അധികാരം ഇല്ലാതെയാണ് പ്രവർത്തിച്ചത്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 100-ൽ കൂടുതൽ സീറ്റുകളുമായി UDF കേരളത്തിൽ അധികാരത്തിൽ വരും. കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. കോൺഗ്രസിനെ ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ ഉത്ഭവകാലം മുതൽ ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അത് മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശപ്പെടാൻ കഴിയില്ല. എത്രയോ ആളുകൾ കോൺഗ്രസ് അധികാരത്തിൽ വിട്ടുനിന്നിട്ടുണ്ട്, തിരിച്ച് അധികാരത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം അത് തന്നെയാണ് സംഭവിക്കാൻ പോണത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആധുനികവൽക്കരണം ഉയർത്തിക്കാട്ടി തൊഴിലാളി സമൂഹം ആവശ്യമില്ലെന്ന ചിന്താഗതി വ്യാപിക്കാനാണ് കോർപ്പറേറ്റുകൾ ശ്രമിക്കുന്നതെന്ന് AITUC സംസ്ഥാന സെക്രട്ടറി KC ജയപാലൻ. ചിക്കാഗോ സമര മാതൃക തൊഴിലാളി സമൂഹത്തിന് ഇന്നും ആവേശമാണെന്നും ജയപാലൻ. AITUC പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടെങ്ങും മെയ്ദിന റാലികളും പൊതുയോഗങ്ങളും. മുതലാളിത്ത വർഗ്ഗങ്ങൾ ഇന്ന് പുതിയ ഭാവത്തിലും രൂപത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് CITU ജില്ലാ സെക്രട്ടറി M ഹംസ. CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും കുളപ്പുള്ളിയിൽ. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നതെന്ന് AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR മോഹൻദാസ്. കുളപ്പുള്ളിയിൽ AITUC ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ മെയ്ദിന റാലിയും പൊതുയോഗവും. വാണിജ്യ LPG സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂട്ടിയത് 993 രൂപ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിന്റെ ഇരുട്ടടി. ഇത്രയധികം വില വർദ്ധിപ്പിച്ചത് ഹോട്ടലുടമകൾക്ക് മേൽ ഇടുത്തി. വിൽപ്പന നടത്തുന്ന സാധനങ്ങൾക്ക് വില കൂട്ടേണ്ടി വരുമെന്നും സാധാരണക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുമെന്നും ഹോട്ടൽ നടത്തിപ്പുകാർ.
തൃശൂർ കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് സീൽ ചെയ്ത വെടിക്കോപ്പുകളാണ് യാതൊരു മുൻകരുതലുമില്ലാതെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്ന് ശേഖരം എത്രയും വേഗം ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ് പാപ്പാനെ ചവിട്ടിക്കൊന്നു. സംഭവം വെള്ളിയാഴ്ച ഉച്ചയോടെ. ഇടഞ്ഞത് വാഴ്വാടി കാശിനാഥൻ എന്ന ആന. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. സംഭവം ഒറ്റപ്പാലം തൃശൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ. വയോധികനെ ബസ് ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളത്ത് പുതുശ്ശേരിയിൽ വീട് കത്തി നശിച്ചു. പുതുശ്ശേരി സ്വദേശി ആനന്ദിന്റെ വീടാണ് കത്തി നശിച്ചത്. കുന്നംകുളം അഗ്നിശമന സേന തീയണച്ചു. വീടിന്റെ മതിൽ പൊളിക്കുന്നതിനിടെ 5 അടിയോളം നീളമുള്ള ഉഗ്രവിഷമുള്ള വെമ്പാല തൊഴിലാളികൾക്ക് നേരെ ചീറ്റി വന്നു. തൊഴിലാളികൾ തെന്നിമാറി. സംഭവം ചെറുതുരുത്തി നെടുമ്പുരയിൽ. ഭാരതപ്പുഴയിൽ ഷൊർണൂർ ചെറുതുരുത്തി തടയണയിൽ ജലക്ഷാമം രൂക്ഷമായി. പമ്പിങ്ങിന് നിയന്ത്രണം. വെള്ളം കുറഞ്ഞതോടെ ഒരു മോട്ടോർ മാത്രമേ പമ്പിങ്ങിനായി ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ. വെള്ളം ഇനിയും കുറയുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിൽ പമ്പിങ്ങിന് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നും അധികൃതർ. റവന്യൂ റിക്കവറി നടപടിയുടെ പേരിൽ വിച്ഛേദിക്കപ്പെട്ട ശുദ്ധജല കണക്ഷനു വേണ്ടി ഒറ്റപ്പാലം പനമണ്ണയിലെ ഉപഭോക്താക്കൾ കാത്തിരിപ്പിൽ. കണക്ഷനു വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 4 മാസം പിന്നിട്ടു. ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് 11,000 രൂപ തട്ടിയെടുത്തു. ഭിന്നശേഷിക്കാരനായ വരവൂർ സ്വദേശി വിനോദാണ് കബളിപ്പിക്കപ്പെട്ടത്. പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റേഷനിലേക്ക് റെയ്ത്ത് വാങ്ങാൻ എന്ന വ്യാജേന എത്തിയ ആൾ പൂക്കട ജീവനക്കാരനിൽ നിന്നും പണം തട്ടിയെടുത്തു. സംഭവം കുന്നംകുളത്ത്. തട്ടിപ്പിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് മോഷണ കേസിൽ കർണാടക പോലീസ് തേടി വന്നതിനെ തുടർന്ന് യുവാവിന്റെ കെട്ടിടത്തിന് മുകളിൽ കയറിയുള്ള ഭീഷണി പോലീസിനെ വലച്ചത് ഏറെ നേരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.